ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ. നമ്മളിന്നൊരു പപ്പായ സോപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് നല്ല ഓർഗാനിക് ആയിട്ടുള്ള സോപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ നല്ല പഴുത്ത ഒരു അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു പപ്പായ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പപ്പായ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു സോപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു പപ്പായ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പപ്പായൻ്റെ ഈ കളർ പുറത്തുള്ള കളർ നോക്കണ്ട കേട്ടോ. കാരണം അത് ഞാൻ 2 ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 2 ദിവസം മുമ്പാണ് ഇത് മേടിച്ച് വെച്ചത്. അപ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ വെച്ചോണ്ടാണ് കേട്ടോ അതിൻ്റെ ആ ഒരു പുറം ഭാഗം അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ പപ്പായ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു ഉള്ളിലുള്ള ആ കുരുവൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്കൊന്ന് മാറ്റണം കേട്ടോ. അതൊന്നും നമുക്ക് ആവശ്യമില്ല. എന്നിട്ട് അതൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ഒരു പപ്പായൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നന്നാക്കി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് വരാം. അപ്പോൾ അങ്ങനെ പപ്പായയുടെ തൊലിയെല്ലാം നമ്മൾ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള കുരുവും കാര്യങ്ങളെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പപ്പായ ചെറിയ പീസുകളാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. അതെന്തിനാന്ന് വെച്ചാൽ നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കത് ചെറിയ പീസുകളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പപ്പായ ഇതുപോലെ ചെറിയ പീസുകളാക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെറിയ പീസുകളാക്കി എടുക്കുന്നത്. അപ്പോൾ നല്ല ഈസി ആയിട്ട് നല്ല പഴുത്ത പപ്പായ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റില്ല. പിന്നെ ഈ ഒരു പപ്പായൻ്റെ കളർ കണ്ടാൽ തന്നെ അറിയാമല്ലോ എത്രത്തോളം പഴുത്തിട്ടുള്ള പപ്പായാണെന്നുള്ളത്. നല്ല എന്താ പറയുക, കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്ന രീതിയിലുള്ളൊരു പപ്പായാണ് കേട്ടോ ഇത്. ഇതുപോലെയാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല കളറും ഉള്ളൊരു പപ്പായാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നല്ല ഒട്ടും എന്താ പറയുക കഷ്ണമൊന്നുമില്ലാതെ നല്ല രീതിയിൽ സ്മൂത്തായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് ഇനി ഒന്ന് അരച്ചിട്ട് വരാം. ഇപ്പോൾ കണ്ടോ ഇതേപോലെ ഞാൻ നല്ല സ്മൂത്തായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല ഇതുപോലെ തന്നെ നല്ല സ്മൂത്തായിട്ട് നമ്മൾ അരച്ചെടുക്കണം കേട്ടോ. ഒട്ടും എന്താ പറയുക കഷ്ണങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നല്ല രീതിയിൽ അരച്ചെടുക്കുക. എന്നിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇത് നിങ്ങൾക്ക് അരിച്ചെടുത്തിട്ട് ഇതിൻ്റെ നീര് മാത്രം എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ തന്നെ അരച്ചെടുത്തേക്കാണ്. അങ്ങനെ 2 ട്രിപ്പായിട്ടായിരുന്നു കേട്ടോ ഞാൻ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ പപ്പായ മുഴുവനായിട്ട് നമ്മൾ അരച്ചെടുത്ത് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സോപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ സോപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതവിടെ സോപ്പ് ബേസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല അൾട്രാ പ്യുവർ ഗ്ലിസറിൻ സോപ്പ് ബേസ് ആണ് കേട്ടോ. ഇതിൽ പാരബൻ ഫ്രീ ആണ്, അതേപോലെ കെമിക്കൽ എല്ലാം ഫ്രീ ആയിട്ടുള്ള ഒരു ഗ്ലിസറിൻ അൾട്രാ ക്ലിയർ സോപ്പ് ബേസ് ആണ് കേട്ടോ. ഇത് നമുക്ക് ആമസോൺ ഫ്ലിപ്കാർട്ട് ഇതുപോലത്തെ ഓൺലൈൻ സൈറ്റിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഗോഡ് മിൽക്കിൻ്റെ സോപ്പ് ബേസും കിട്ടും കേട്ടോ. അത് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഏതായാലും ഗ്ലിസറിൻ്റെ സോപ്പ് ബേസാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല രീതിയിൽ നമുക്ക് ചെറിയതായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ ഏകദേശം ഒരു കിലോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 1 കിലോനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് നല്ല രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണതാണ് നല്ലത്. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത് പെട്ടെന്ന് നമുക്കിതിങ്ങനെ അലിയിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ചെറിയ പീസായിട്ട് എടുത്താൽ നമുക്ക് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ പീസ് കണ്ടോ. ഇതിങ്ങനെ ഒരു ട്രാൻസ്പെറൻ്റ് ആണ് കേട്ടോ ഈ ഒരു സോപ്പ് ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് എന്താണ് ചേർത്ത് കൊടുക്കുന്നത് ആ ഒരു കളറിലാണ് നമുക്ക് നമ്മുടെ സോപ്പ് കിട്ടുക കേട്ടോ.
അങ്ങനെ സോപ്പ് ബേസ് ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാത്രത്തിൽ നിറയെ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഞാനൊരു പഴയ പാത്രമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഏത് പാത്രത്തിലും വേണമെങ്കിൽ ഇത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു പഴയ നമ്മൾ ഒഴിവാക്കിയൊരു പാത്രം ഉണ്ടായിരുന്നു, ആ പാത്രമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഞാൻ വലിയൊരു പാത്രം വെച്ചത്. നമ്മൾ കുറച്ചൊക്കെ ഉണ്ടാക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ചെറിയ പാത്രത്തിൽ നമ്മൾ ചോക്ലേറ്റ് ഒക്കെ മെൽറ്റ് ചെയ്തെടുക്കില്ല, അതേപോലെ തന്നെ ഇത് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഈ ഒരു സോപ്പ് ബേസ് മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ ഈ ഒരു പാത്രം നമ്മൾ മുകളിൽ വെക്കുന്ന പാത്രം വെള്ളത്തിൽ തട്ടി നിൽക്കാൻ പാടില്ല കേട്ടോ. കാരണം തട്ടി നിന്ന് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കട്ടായി പോവും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ആവി വന്നിട്ടാണ് ഇത് മെൽറ്റായി കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ മെൽറ്റ്, നമ്മൾ ചെറിയ പീസാക്കി കട്ട് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് മെൽറ്റായി കിട്ടുകയും ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ഇത് കുറച്ചൊന്ന് മെൽറ്റായിരുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, നന്നായിട്ട് മെൽറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ സോപ്പ് ബേസ് ഇവിടെ മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഏത് സോപ്പും, നമുക്കിനി കടയിൽ നിന്നൊന്നും സോപ്പ് കെമിക്കലൊക്കെ ഉള്ള സോപ്പ് നമുക്ക് കുട്ടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലൊക്കെ യൂസ് ചെയ്യാന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ നമുക്കത് സ്കിന്നിനൊക്കെ ഒരുപാട് പ്രോബ്ലം ഉണ്ടാക്കണതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ നല്ല ആയുർവേദ സോപ്പുകൾ നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നല്ല രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബിസിനസ്സായിട്ടും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സോപ്പ് ബേസൊക്കെ അത്യാവശ്യം നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഇനി നന്നായിട്ട് കുറച്ചും കൂടെ നന്നായിട്ട് അലിഞ്ഞ് കിട്ടണം. ഒട്ടും എന്താ പറയുക, ഇതിൽ പീസൊന്നും ഇല്ലാത്ത രീതിയിൽ ഫുള്ളായിട്ട് അലിഞ്ഞ് കിട്ടണം കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ സെയിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ പപ്പായ, കറ്റാർവാഴ, നീം, അതേപോലെ തന്നെ ഇങ്ങനത്തെ കുറച്ച് സോപ്പുകൾ നമ്മൾ ആവശ്യമുള്ള ആളുകൾ നമ്മുടെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ നീമിൻ്റെ സോപ്പൊക്കെ യൂസ് ചെയ്ത ആളുകളൊക്കെ അത്യാവശ്യം നല്ല റിസൾട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അവർക്കൊക്കെ അവരുടെ മുഖത്തുള്ള കറുത്ത കലകളും പുള്ളികളൊക്കെ മാറി, നമ്മുടെ ആ ഒരു സൺ ടാൻ ഉണ്ടല്ലോ അതൊക്കെ മാറിയിട്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള ഫേസ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത് തന്നെ ചെയ്യാം കേട്ടോ. നമ്മുടെ സോപ്പ് യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ ഒക്കെ ഞാൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ, ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ എത്തിച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഫുള്ളായിട്ടൊന്ന് മെൽറ്റ് ആവട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ സോപ്പ് ബേസൊക്കെ ഇവിടെ അലിഞ്ഞ് നല്ല രീതിയിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ പപ്പായ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇത് ഒട്ടും തരികളൊന്നും ഉണ്ടാവരുത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് അരിച്ചെടുത്തിട്ട് ഇതിനെ ജ്യൂസാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഞാൻ നമ്മുടെ പപ്പായ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ വേറെയും കുറച്ച് ഇൻഗ്രീഡിയൻസുകളൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിയിലുള്ള ആയുർവേദ, നമ്മളെ ഒരു എന്താ പറയുക, ഓർഗാനിക് ആയിട്ടുള്ള, നമുക്ക് ഒരു കെമിക്കലോ കാര്യമോ ഒന്നുമില്ലാത്ത, നമ്മളെ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ബെനിഫിറ്റുള്ള ഒരു സോപ്പാണ് കേട്ടോ. നമ്മൾ ഇതുപോലെ തന്നെ കറ്റാർവാഴൻ്റെ സോപ്പ് ഉണ്ടാക്കുന്നുണ്ട്, അതേപോലെ ആര്യവേപ്പിൻ്റെ സോപ്പ് ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ നാൽപ്പാമര സോപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി എന്താ പറയുക, കടയിൽ നിന്നൊക്കെ മേടിക്കണ കെമിക്കലൊക്കെ ഉള്ള സോപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്കിന്നിനൊക്കെ ഒരുപാട് പ്രശ്നമാണല്ലേ. അപ്പോൾ അതിനൊക്കെ നമുക്കൊരു മാറ്റം കിട്ടും ഇതുപോലത്തെ സോപ്പുകൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ട് കുട്ടികൾക്കാണെങ്കിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും അതൊന്ന് നോക്കുക. നമ്മളെ വീഡിയോ ശരിക്കും ശ്രദ്ധിച്ചാൽ എങ്ങനെ ഉണ്ടാക്കുന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമ്മുടെ പപ്പായയുടെ ജ്യൂസ് മൊത്തം നമ്മൾ ഇതിലേക്ക് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഗ്ലിസറിനാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒരു തവി ഗ്ലിസറിൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഗ്ലിസറിനും കൂടെ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഗ്ലിസറിന് നമ്മളെ സ്കിന്ന് നല്ല മോയ്സ്ഡ് ആയിരിക്കാനും അതേപോലെ തന്നെ നല്ല സ്മൂത്തായിട്ട് ഡ്രൈ ആവാതെ ഇരിക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് ഗ്ലിസറിന്. അപ്പം നമ്മളിതിലേക്ക് ഗ്ലിസറിനും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ വേറെ 2 ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ തന്നെ ആട്ടിയെടുത്തിട്ടുള്ള നല്ല വെളിച്ചെണ്ണയാണ് കേട്ടോ. അത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. കാരണം നമ്മുടെ ഈ ഒരു സോപ്പ് ബേസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ എണ്ണ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഗ്ലിസറിന് നമ്മൾ ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ നല്ല നാടൻ വെളിച്ചെണ്ണ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് സ്കിന്നിന് വെളിച്ചെണ്ണയുടെ ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് അത്രയും നല്ല എഫക്റ്റ് ആണല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ആൽമണ്ട് ഓയിൽ അതേപോലെ തന്നെ നമ്മുടെ സാധാ കോക്കനട്ട് ഓയിലൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോഴേക്ക് നമുക്ക് എക്സ്ട്രാ ബെനിഫിറ്റ് നമുക്ക് സ്കിന്നിന് കിട്ടും കേട്ടോ. നല്ല സ്മൂത്ത്നെസ്സും ഡ്രൈ ആവാതിരിക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നമ്മൾ ആട്ടിയെടുത്തിട്ടുള്ള വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ചേർത്ത് കൊടുക്കുന്ന ക്ലിപ്പ് മിസ്സായി പോയോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. കാരണം അത് വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത സമയത്ത് അത് കാണുന്നില്ല. പിന്നെ ഞാനിതിലേക്ക് വൈറ്റമിൻ ഇ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചേർത്തതും വൈറ്റമിൻ ഇ ഓയിൽ ചേർത്ത് ആ ഒരു ക്ലിപ്പിൻ്റെ അടുത്തുനിന്ന് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നമ്മൾ നല്ല രീതിയിൽ ഇത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിൻ്റെ മുകളിൽ നിന്ന് നമുക്കിത് മാറ്റിയെടുക്കാം. പിന്നെ അത് കൂടുതൽ സമയം ഇതുപോലെ വെക്കാൻ പാടില്ല, പെട്ടെന്ന് കട്ടായി പോകട്ടെ ഈ ഒരു സോപ്പ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് നമ്മൾ എന്തിലാണോ സെറ്റ് ചെയ്യാൻ വെക്കുന്നത് അതിലേക്ക് ഈ ചൂടോടെ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതുപോലത്തെ സിലിക്കോണിൻ്റെ മോൾഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ മോൾഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് റിമൂവ് ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ്. പിന്നെ ഇതന്നെ വേണമെന്നൊന്നുമില്ല, പ്ലാസ്റ്റിക്കിൻ്റെ ഏത് പാത്രമോ സ്റ്റീലിൻ്റെ പാത്രമോ ഏത് പാത്രത്തിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഷേപ്പിൽ നമുക്ക് ഇത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഷേപ്പിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഏതായാലും ഈ ഒരു മോൾഡിലാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഏത് ഷേപ്പിലാണ് നമ്മൾ ചെയ്യുന്നത് ആ ഒരു ഷേപ്പിൽ നമുക്ക് നമ്മുടെ സോപ്പ് കിട്ടും. അപ്പോൾ ഞാൻ ഇതൊക്കെ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കട്ടെ. അപ്പോൾ ഞാനിത് എല്ലാ മോൾഡിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇനിയും കുറച്ചും കൂടെ ബാക്കിയുണ്ട്. അപ്പം കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ബാക്കി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ പായസത്തിൻ്റെ ഗ്ലാസ് ഉണ്ടല്ലോ, ഡിസ്പോസിബിൾ ഗ്ലാസ്, ഈ ഒരു ഗ്ലാസ്സിലാണ് ബാക്കി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് നല്ല റൗണ്ട് ഷേപ്പിലുള്ള സോപ്പായി കിട്ടും കേട്ടോ. അപ്പോൾ ഏത് പാത്രത്തിൽ എന്തിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ ഗ്ലാസ്സിലും കൂടെ നമ്മൾ കുറച്ച് ഒഴിച്ച് കൊടുക്കുകയാണ്. ബാക്കിയുള്ളതെല്ലാം ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ഓവർനൈറ്റാണ് ഇത് വെക്കുന്നത്. നിങ്ങൾക്ക് ഒരു 3 മണിക്കൂർ എങ്ങനെയായാലും നമ്മളൊരു 3 മണിക്കൂറെങ്കിലും ഇത് വെച്ചിരിക്കണം. അപ്പോഴേക്ക് നന്നായിട്ട് ഇത് സെറ്റായി കിട്ടും കേട്ടോ. ഞാൻ ഏതായാലും ഒരു ഓവർനൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഹലോ, അപ്പോൾ നമ്മളെ സോപ്പ് അടിപൊളിയായിട്ട് നമ്മളെ സോപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ മോൾഡിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്തെടുക്കണം, അത്ര പണിയുള്ളൂ കേട്ടോ. ഇതുപോലത്തെ സിലിക്കോണിന്റെ മോൾഡ് ആകുമ്പോൾ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാനൊന്നും ഒരു പണിയില്ല കേട്ടോ. ഇത് പിന്നെ ഇതില് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതെന്താന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ സാമ്പിളിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ ഈ ഒരു ചെറിയ സോപ്പ് ആക്കിയിട്ട് എടുത്തിട്ടുള്ളത് കണ്ടോ. ഇത് സാമ്പിൾ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഗ്ലാസ്സുകളിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പൊ കണ്ടില്ലേ, നമ്മളെ ഗ്ലാസ്സുകളിലൊക്കെ അതുപോലെ നമ്മൾ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളായിരുന്നു. കാരണം മോൾഡ് നമ്മളെടുത്ത് ഇത്ര മോൾഡേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പൊ ഗ്ലാസ് ഇതുപോലത്തെ നമ്മളെ ഡിസ്പോസിബിൾ ഗ്ലാസ് ആവുമ്പോൾ നമുക്കിതങ്ങനെ എടുക്കാൻ പറ്റും. കണ്ടോ, റൗണ്ടിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പപ്പായ സോപ്പ് കണ്ടോ. ഗ്ലാസ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കോടണോണ്ട് ഇതിന്റെ സോപ്പിന്റെ ഷേപ്പിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ. എന്നാലും കുഴപ്പമില്ല, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കിട്ടുമോ നോക്കട്ടെ. അപ്പൊ നമുക്കിത് കീറി തന്നെ എടുക്കണം. അപ്പൊ നമുക്കുണ്ടല്ലോ, നമുക്ക് ഇങ്ങനെ ഗ്ലാസ് മേടിച്ചിട്ട് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. കാരണം നമുക്ക് അങ്ങനെ കയറല്ലേ, നമുക്ക് കല്യാണ വീടുകളിലൊക്കെ നമുക്ക് അങ്ങനല്ല, സോറി, കല്യാണ വീടല്ല, നമുക്കിങ്ങനെ ഇങ്ങനത്തെ ഗ്ലാസ് ഒക്കെ നമുക്ക് ഉപയോഗിച്ച ഗ്ലാസ് തന്നെ ഉണ്ടാവുമല്ലോ, അതിൽ തന്നെ ഒഴിച്ചു വെച്ചാൽ മതി കേട്ടോ. കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള റൗണ്ടിലുള്ള സോപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ മോൾഡിലുള്ളതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. കണ്ടോ, അതാ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ പപ്പായ സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളെ ഇഷ്യൂട്ടന് ഇതാ ഒരു സോപ്പ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇത് റൗണ്ടിലുള്ള സോപ്പാണ് കേട്ടോ.
ഇനി നമ്മുടെ ഈ ഓവൽ ഷേപ്പ് ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം. സൂപ്പർ ആയിട്ടുള്ള സോപ്പാണ്. ഇവിടെ വെളിച്ചത്തിന്റെ കുറച്ചൊരു കുറവുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മളെ ഹെഡ് ഷേപ്പ്. അടിപൊളിയായിട്ടുള്ള നമ്മുടെ സോപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ദാ ഈ ഷുട്ടനെ അവിടെ ഇരുന്നിട്ട് റിമൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത്രയ്ക്കാണ് നമ്മുടെ സോപ്പിന്റെ വിശേഷങ്ങള്. ഇനി ഇത് നമ്മള് പ്ലാസ്റ്റിക്കിന്റെ നമ്മളെ കേടെടുത്തല്ലേ റാപ്പർ യൂസ് ചെയ്തിട്ട് നമ്മളിത് നന്നായിട്ട് ചുറ്റും എന്നിട്ട് പാക്ക് ചെയ്തിട്ട് നമ്മൾ കൊടുക്കണം കേട്ടോ. ഇത് ഈ ചെറിയ സോപ്പ് കണ്ടില്ലേ, ഈ ചെറിയ സോപ്പ് കണ്ടില്ലേ, ഇത് ചെറിയ നമ്മളെ ചെറിയ 10 രൂപന്റെ ചന്ദ്രിക സോപ്പൊക്കെ ഇല്ലേ, ആ ഒരു വലുപ്പത്തിലാണ് കേട്ടോ ഈ ഒരു സോപ്പ് ഉള്ളത്. ഇതൊക്കെ നമ്മൾ സാമ്പിളിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന സോപ്പാണ് കേട്ടോ. ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സോപ്പിന്റെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.